അഞ്ജലി ദേവദാസ് ബയോ ഹബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞായിരുന്നു RNA പോളിമറൈസിൻ്റെ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ 3 സ്റ്റെപ്സുകൾ ചെറുതായിട്ട് നമ്മൾ പറഞ്ഞുള്ളൂ. ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ ഉണ്ടെന്ന് മാത്രം പറഞ്ഞുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഈ പറയുന്ന RNA പോളിമറൈസ് പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും? ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോകാരിയോട്ടിക് പ്രൊമോട്ടറിനെ കുറിച്ച് നോക്കാം. എ പ്രൊമോട്ടർ ഈസ് എ DNA സീക്വൻസ് where RNA polymerase bind to initiate RNA synthesis. അപ്പോൾ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ RNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം വന്ന് ബൈൻഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അപ്പോഴാണ് RNA സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ആക്യുറേറ്റ് ആൻഡ് എഫിഷ്യൻറ്റ് ട്രാൻസ്ക്രിപ്ഷൻ. അത് കറക്റ്റായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് ട്രാൻസ്ക്രിപ്ഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ RNA പോളിമറൈസ് കറക്റ്റായിട്ട് പ്രൊമോട്ടറിൽ വന്നിരുന്നാൽ മാത്രമേ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ. ഓക്കെ, ഇൻ ഇക്കോളി ദ പ്രൊമോട്ടർ ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ sigma-70 ഫാക്ടർ ഓഫ് RNA പോളിമറൈസ്. അപ്പോൾ നമുക്കറിയാം, ഞാൻ ഓൾറെഡി RNA പോളിമറൈസിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. RNA പോളിമറൈസ് എന്ന് പറയുമ്പോൾ അതിൽ 2 ആൽഫ, ഒരു ബീറ്റ, ഒരു ബീറ്റ ഡാഷ്, ഒരു ഒമേഗ അടങ്ങുന്ന ഒരു കോർ എൻസൈം കൂടെ സിഗ്മയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അതൊരു ഹോളോ എൻസൈം ആയിട്ട് മാറുന്നത്, ഇല്ലേ? അപ്പോൾ അതിലെ sigma-70 ഫാക്ടറാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രൊമോട്ടറിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. കാരണം RNA പോളിമറൈസിന് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഈ പ്രൊമോട്ടറിനെ കണ്ടെത്താൻ പറ്റില്ല. പ്രൊമോട്ടർ കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സിഗ്മ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ പ്രൊമോട്ടർ. ഈ ഒരു സീക്വൻസ് കണ്ടോ, ഈ ഫിഗർ നോക്കിക്കേ, ഇതാണ് പ്രൊമോട്ടർ. ഈ പ്രൊമോട്ടർ നോക്കുകയാണെങ്കിൽ ഇതാണ് +1 സൈറ്റ്. ഇവിടെയാണ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സൈറ്റാണ് +1 സൈറ്റ്. അതിന് തൊട്ട് മുന്നേ കാണുന്ന ഭാഗമാണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊമോട്ടർ നോക്കുകയാണെങ്കിൽ ഇതിന് 2 റീജിയൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? -10 റീജിയൻ, അതുപോലെ തന്നെ -35 റീജിയൻ. ഓക്കെ, ഏതൊക്കെയാണ്? -10 റീജിയൻ, അതുപോലെ തന്നെ -35 റീജിയൻ. -10 റീജിയനിലുള്ള സീക്വൻസ് ആണ് ടാറ്റ അറ്റ് എന്ന് പറയുന്നത്. അതുപോലെ -35 റീജിയനിലുള്ള സീക്വൻസ് ആണ് TT ഗാക്ക എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇത് RNA പോളിമറൈസ്. ഇവിടെ സിഗ്മ ഫാക്ടറി ഇരിപ്പുണ്ട്. ഇത് +1 ട്രാൻസ്ക്രിപ്ഷൻ സൈറ്റ്. അതിന് തൊട്ട് മുന്നേ ഉള്ള സൈറ്റാണ് പ്രൊമോട്ടർ സൈറ്റ്. അവിടെ 2 റീജിയൻസ് ഉണ്ട്, -10 റീജിയൻ ആൻഡ് -35 റീജിയൻ. ഈ -10 സീക്വൻസിന് നമ്മൾ വേറൊരു പേരും കൂടി പറയാറുണ്ട്. അതിനെയാണ് പ്രിപ്നൗ ബോക്സ് എന്ന് പറയുന്നത്. ഇനി ദീസ് ആർ കൺസെൻസൻ സീക്വൻസ് ഇൻഡിക്കേറ്റിംഗ് ദ മോസ്റ്റ് കോമൺ ന്യൂക്ലിയോടൈഡ് ഫൗണ്ട് ഇൻ സിമിലർ പ്രൊമോട്ടർ. ദ DNA ബിഫോർ ദ സ്റ്റാർട്ട് സൈറ്റ് ഈസ് കൺസിഡർഡ് ആസ് അപ്സ്ട്രീം. അത് ഞാൻ പറഞ്ഞു, ഈ +1 സൈറ്റിന് മുന്നേ ഉള്ള ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു റീജിയനെയാണ് എന്തെന്ന് പറയുന്നത്? അപ്സ്ട്രീം എന്നും, +1 സൈറ്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തിനെയാണ് ഡൗൺ സ്ട്രീം സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ -35 സീക്വൻസ് നോക്കുകയാണെങ്കിൽ അവിടുത്തെ സീക്വൻസസ് ആണ് ഏത്? TT ഗാക്ക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദ നമ്പേഴ്സ് -10, -35 റെപ്രസെന്റ് ഹൗ മെനി ന്യൂക്ലിയോടൈഡ് അപ്സ്ട്രീം ദേ ആർ ഫ്രം ദി ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ്. ഈ +1 സൈറ്റിൽ നിന്ന് എത്ര ബേസ് പെയർ മുന്നെയാണ് ഇവർ നിൽക്കുന്നതെന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾ -10, -35 എന്നൊക്കെ എഴുതുന്നത്. Okay, and the distance between -35 and -10 is typically 16 to 18 base pair. അപ്പോൾ ഈ പറയുന്ന -35 റീജിയനും -10 റീജിയനും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 16-18 ബേസ് പെയേഴ്സ് ആണ് ഇതിന് നടുക്കായിട്ട് ഉണ്ടാവുന്നത്. ഇനി -10 സീക്വൻസ് ഈ 6 to 7 ബേസ് പെയർ അപ്സ്ട്രീം ഓഫ് ദാറ്റ് സ്റ്റാർട്ട് സൈറ്റ്. ഈ +1 സൈറ്റിൽ നിന്ന് -10 സീക്വൻസ് എന്ന് പറയുന്നത് എത്ര സീക്വൻസസ് ഉണ്ട്? അവിടെ 6 ഒടുങ്ങി 7 ബേസ് പെയർ അപ്സ്ട്രീം ആണ്. അപ്പോൾ +1 സൈറ്റിൽ നിന്ന് 6 തുടങ്ങി 7 ബേസ് പെയർ അപ്സ്ട്രീം ആണ് -10 റീജിയൻ കിടക്കുന്നത്. -35ക്കും -10 റീജിയനും നടുക്കായിട്ട് ഏകദേശം ഒരു 16-18 ബേസ് പെയേഴ്സ് ആണ് ഉള്ളത്. ഇനി UP എലമെന്റ് എന്നാണ് നോക്കുക. UP എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊമോട്ടറിന്റെ ഭാഗത്തായിട്ട് ഒരു കുറച്ചും കൂടി AT റിച്ച് സീക്വൻസുകളുണ്ട്. ഒരു 40-60 ബേസ് പെയർ അപ്സ്ട്രീം, അതായത് +1 സൈറ്റിൽ നിന്ന് 40-60 ബേസ് പെയർ അപ്സ്ട്രീം ആയിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതേ കണ്ട ഇങ്ങേ അറ്റത്തായിട്ടാണ്, ഈ അറ്റത്ത് കാണുന്നതാണ് UP എലമെന്റ്. ഈ ഒരു UP എലമെന്റിലേക്കാണ് RNA പോളിമറൈസിന്റെ ആൽഫ CTD എന്ന് പറയുന്ന ഡൊമൈൻ, ആൽഫ സബ് യൂണിറ്റിന്റെ C ടെർമിനൽ ഡൊമൈൻ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് UP എലമെന്റിലേക്കാണ്. ഓക്കെ, സിഗ്മ ഫാക്ടറിന്റെ ജോലി എന്താണ്? സിഗ്മ ഫാക്ടർ ആണ് ഈ -10 സീക്വൻസ്, -35 സീക്വൻസ് ഓഫ് പ്രൊമോട്ടർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. മിക്ക ഇക്കോളയിലും സിഗ്മ-70 ആണ് ഈ പറയുന്ന പ്രൊമോട്ടർ റെക്കഗ്നൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ വേറെ കുറെ സിഗ്മ ഫാക്ടേഴ്സ് ഉണ്ട്. sigma-28, sigma-32, sigma-38, sigma-54. ഇതൊക്കെ പലതരത്തിലുള്ള പ്രൊമോട്ടേഴ്സ് ഐഡന്റിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. നമ്മളുടെ ഇക്കോളയുടെ കേസിൽ sigma-70 ആണ് അവർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ sigma-70
എന്ന് പറയുന്നതാണ് മെയിൻ സിഗ്മ ഫാക്ടർ എന്ന് പറയുന്നത്. സിഗ്മ 38 എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സ്റ്റേഷനറി ഫേസ് അല്ലെങ്കിൽ സ്ട്രെസ് ടൈമിൽ ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. ഹീറ്റ് ഷോക്കിന്റെ സമയത്ത് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് സിഗ്മ 32. ഫ്ലജല ജീൻസിന് സ്പെസിഫിക് ആയിട്ടുള്ളതാണ് സിഗ്മ 28 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്ട്രോങ് പ്രൊമോട്ടേഴ്സും വീക്ക് പ്രൊമോട്ടേഴ്സും ഉണ്ട്. ഇക്കോളയിലൊക്കെ എങ്ങനെയാണ് കുറച്ചും കൂടി സ്ട്രോങ് പ്രൊമോട്ടേഴ്സുകളാണ് ഉള്ളത്. നല്ല സ്ട്രോങ് പ്രൊമോട്ടേഴ്സ് ആണെങ്കിൽ അത്രയും ക്ലോസ്ലി മാച്ച് കാണിക്കും. അതുപോലെ തന്നെ RNA പോളിമറൈസിന് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിയാണ് നമ്മൾ മെയിൻ കാര്യത്തിലേക്ക് പോകുന്നത്. ആ ഒരു 3 സ്റ്റെപ്സിലേക്ക്, അതായത് ട്രാൻസ്ക്രിപ്ഷൻ്റെ 3 സ്റ്റെപ്സിലേക്ക് നമുക്ക് പോകാം. ഏതൊക്കെയാണ്? ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ആദ്യം തന്നെ നമുക്ക് ഇനീഷ്യേഷൻ നോക്കാം. ട്രാൻസ്ക്രിപ്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്സ് ആണ് ഇനീഷ്യേഷൻ എന്ന് പറയുന്നത്. ഇനീഷ്യേഷൻ ഈസ് ദ ഇനീഷ്യൽ സ്റ്റെപ്പ് where RNA polymerase create the first phosphodiester bond between 2 RNA nucleotides. The RNA polymerase hollow enzyme bind to promoter to commence transcription. ഓക്കെ, അതായത് ഈ പറയുന്ന ഇനിഷ്യേഷൻ എന്ന് പറഞ്ഞാൽ ഈ RNA പോളിമറൈസ് ആണ് എന്ത് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ ഓരോ റൈബോ ന്യൂക്ലിയോടൈഡുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് RNA പോളിമറൈസ്. അപ്പോൾ ഓരോ റൈബോ ന്യൂക്ലിയോടൈഡുകൾക്ക് തമ്മിൽ ഒരു ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു എൻസൈം ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ RNA പോളിമറൈസ് എന്ന് പറയുന്ന ഹോളോ എൻസൈം എന്ത് ചെയ്യും? ഈ ട്രാൻസ്ക്രിപ്ഷൻ നടത്താൻ വേണ്ടി നമ്മളുടെ പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്യും. ഓക്കെ, അതിൽ പ്രൊമോട്ടർ റീജിയൻ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുന്ന ആളാണ് സിഗ്മ ഫാക്ടർ ആണ്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? അതായത് നമുക്ക് RNA ഉണ്ടാക്കണം. RNA ഉണ്ടാക്കണം എങ്ങനെയാണ്? അതിനൊരു എൻസൈം വേണം. ആ ഒരു എൻസൈമാണ് RNA പോളിമറൈസ്. അവിടെ നമ്മൾ ഓരോ റൈബോ ന്യൂക്ലിയോടൈഡുകൾക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അതിനെ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടായിട്ട് ബന്ധിപ്പിച്ച് ഒരു RNA ചെയിൻ ഉണ്ടാക്കാനായിട്ടാണ് ഈ ഒരു RNA പോളിമറൈസ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ RNA പോളിമറൈസിന് അത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ അവിടെ ഒരു പ്രൊമോട്ടർ, അതായത് ഒരു പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പ്രൊമോട്ടർ ഐഡന്റിഫൈ ചെയ്യണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സിഗ്മ ഫാക്ടർ. അങ്ങനെ സിഗ്മ ഫാക്ടറിന്റെ സഹായത്തോടെയാണ് RNA പോളിമറൈസ് പ്രൊമോട്ടറിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ നീങ്ങി പോണനുസരിച്ച് എന്ത് ചെയ്യുന്നത്? ഓരോ റൈബോ ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്ത് RNA ചെയിൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, so once bound the hollow enzyme cover approximately 75 to 80 bases. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ എന്താണ് ഈ പറയുന്ന ഹോളോ എൻസൈം, അതായത് ഹോളോ എൻസൈമായിട്ട് വന്നിരുന്നാൽ മാത്രമേ അവർക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കോർ എൻസൈം മാത്രം വന്നിരുന്നിട്ട് കാര്യമില്ല, കാരണം സിഗ്മ ഫാക്ടർ ഇല്ലാതെ പ്രൊമോട്ടർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. ദ ബൗണ്ട് DNA റിമെയിൻ ഇനിഷ്യലി ഡബിൾ സ്റ്റാൻഡേർഡ് ഫോംഡ് എ ക്ലോസ്ഡ് കോംപ്ലക്സ്. അതായത് ഈ പറയുന്ന എൻസൈം, ഹോളോ എൻസൈം, ദാറ്റ് ഈസ് നമ്മളുടെ RNA പോളിമറൈസ് വിത്ത് സിഗ്മ ഫാക്ടർ ഈ DNA വന്നിരിക്കുമ്പോൾ ആദ്യം തുടക്കത്തിൽ അതിങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ആയിട്ടിരിക്കും. അതിനെയാണ് ക്ലോസ്ഡ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു 12-14 ബേസ് അത് അൺവൈൻഡ് ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ ഫോം ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവില്ല എന്നറിയാം. ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഇതാണ് നമ്മളുടെ RNA പോളിമറൈസ്. ഓക്കെ, സോ ഇത് RNA പോളിമറൈസ്. RNA പോളിമറൈസിന് കുറച്ച് ചാനലുകളുണ്ട്. നോക്കിക്കേ, ഇതാണ് അതിൻ്റെ പ്രൈമറി ചാനൽ, ഇത് സെക്കൻഡറി ചാനൽ, ഇത് DNA എക്സിസ്റ്റിംഗ് ചാനൽ, ഇത് RNA എക്സിസ്റ്റിംഗ് ചാനൽ. ഇങ്ങനെ 4 ചാനൽസ് അടങ്ങുന്നതാണ് ഈ പറയുന്ന RNA പോളിമറൈസ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നോക്കി, ഇത് നമ്മളുടെ RNA പോളിമറൈസ്. ഇവിടെ DNA കയറിപ്പോകുന്നു, DNA പുറത്തേക്ക് കിടക്കുന്നു. ഇത് DNA കയറുന്നു, പുറത്തേക്ക് പോകുന്നു. അപ്പോൾ DNA കയറുന്ന ഉള്ളിലോട്ട് കയറിപ്പോകുന്ന ചാനലാണ് പ്രൈമറി ചാനൽ. DNA എക്സിസ്റ്റ് ആവുന്ന ചാനലാണ് DNA എക്സിസ്റ്റിംഗ് ചാനൽ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, കയറിയപ്പോൾ ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിരുന്നു, ഉള്ളിലോട്ട് കയറിയപ്പോൾ ഇത് അഴിഞ്ഞ് അൺവൈൻഡ് ചെയ്തു, പുറത്തേക്ക് പോയപ്പോൾ പിന്നെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതേ നോക്കിക്കേ, ആദ്യം ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്നതിനെയാണ് ക്ലോസ്ഡ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഉള്ളിലോട്ട് കയറിയപ്പോൾ അത് അൺവൈൻഡ് ചെയ്തു, അതിനെയാണ് ഓപ്പൺ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓപ്പൺ കോംപ്ലക്സ്നോ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ RNA പോളിമറൈസ് ആണ് ഇങ്ങനെ RNA ആഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ RNA-കൾ, അതായത് റൈബോ ന്യൂക്ലിയോടൈഡുകൾ കയറി വരുന്നത്, ഉള്ളിലോട്ട് കയറുന്നത് ഈ സെക്കൻഡറി ചാനലിൽ കൂടെയാണ് റൈബോ ന്യൂക്ലിയോടൈഡുകൾ കയറി വരുന്നത്. എന്നിട്ട് നമ്മളുടെ എൻസൈം RNA പോളിമറൈസ് എന്ത് ചെയ്യും? ഇങ്ങനെ RNA ഫോം ഉണ്ടാക്കും. ഈ റൈബോ ന്യൂക്ലിയോടൈഡ്സ് ഉപയോഗിച്ച് RNA ഉണ്ടാക്കും. ഉണ്ടായ RNA പുറത്തേക്ക് പോകുന്ന ചാനലാണ് RNA എക്സിസ്റ്റിംഗ് ചാനൽ എന്ന് പറയുന്നത്. കിട്ടിയോ? ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ക്ലോസ് ആയിട്ടിരിക്കുന്നതാണ് ക്ലോസ്ഡ് കോംപ്ലക്സ്. ഉള്ളിലോട്ട് കയറുമ്പോൾ അത് അൺവൈൻഡ് ചെയ്യുമ്പോഴാണ് അത് ഓപ്പൺ കോംപ്ലക്സ് ആവുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ ആവുന്നത്. അന്നേരം ഒരു 12-14 ബേസ് പെയർ വരെയാണ് ഇങ്ങനെ അൺവൈൻഡ് ചെയ്തേക്കണം. അതായത് ഇവിടെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ അൺവൈൻഡ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു അത്രയും വരെ നോക്കുമ്പോൾ ഒരു 12-14 ബേസ് പെയർസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുള്ളൂ. ഓക്കെ,
നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്ലോസ്ഡ് കോംപ്ലക്സ് ഫോർമേഷൻ. ക്ലോസ്ഡ് കോംപ്ലക്സ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹോളോ എൻസൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ RNA പോളിമറൈസ് ആണ് ഹോളോ എൻസൈം. അതിൽ കോർ എൻസൈമും സിഗ്മ ഫാക്ടറും ഉണ്ട്. ഇവർ പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്യും. അന്നേരം DNA എന്താ ചെയ്യുന്നത്? ഡബിൾ സ്റ്റാൻഡേർഡിൽ തന്നെ ഇരിക്കുന്നു. അതാണ് അതിന്റെ ക്ലോസ്ഡ് കോംപ്ലക്സ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹോളോ എൻസൈമിന്റെ രൂപത്തിൽ വന്നാൽ മാത്രമേ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങാൻ പറ്റുള്ളൂ. കോർ എൻസൈം ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരിക്കലും പ്രൊമോട്ടറിനെ കണ്ടെത്താൻ പറ്റൂല. സിഗ്മ ഫാക്ടറിനെ കൂടി ചേർന്നാലും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൊമോട്ടറിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് ക്ലോസ്ഡ് കോംപ്ലക്സ് ഫോർമേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഓപ്പൺ കോംപ്ലക്സ് ഫോർമേഷൻ ഓർ ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ എന്ന് പറയും. അതായത് RNA പോളിമറൈസ് അൺവൈൻഡ് ചെയ്യും. ഒരു 12 തുടങ്ങി 14 ബേസ് പെയർ വരെ അൺവൈൻഡ് ചെയ്യും. അങ്ങനെ ഒരു നമ്മളുടെ DNA അൺവൈൻഡ് ചെയ്ത് ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ ഫോം ചെയ്യും. അതിനെയാണ് ഓപ്പൺ കോംപ്ലക്സ് ഫോർമേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ബബിളിന്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്? DNA RNA ഹൈബ്രിഡ് ഒരു 8 തുടങ്ങി 9 ബേസ് പെയർ വരെ എന്തുണ്ടാവുന്നുണ്ട്? ആ ഒരു DNAക്ക് കോംപ്ലിമെന്ററി ആയിട്ട് RNA ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇനി ചില സമയത്ത് ഒരു അബോർട്ടീവ് ഇനീഷ്യേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നടക്കാറുണ്ട്. അബോർട്ടീവ് ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ ഈ റൈബോ ന്യൂക്ലിയോടൈഡുകൾ 1, 2, 3 ഒരു 3 റൈബോ ന്യൂക്ലിയോടൈഡ് എത്തുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ RNA ഇങ്ങനെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഇങ്ങനെ ഓരോ റൈബോ ന്യൂക്ലിയോടൈഡ് ഇങ്ങനെ ജോയിൻ ചെയ്ത് RNA ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. അതൊരു ഏകദേശം ഒരു 8-9 ന്യൂക്ലിയോടൈഡ്സ് വരെ ഉണ്ടാക്കിയാലാണ് ഒരു RNA ചെയിൻ പോലെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ചില സമയത്ത് ഇത് ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടിപ്പോകാറുണ്ട്. ഈ RNA 3 RNAക്ക് എത്തുമ്പോൾ ഇത് പൊട്ടിപ്പോകാറുണ്ട്. അതിനാണ് അബോർട്ടീവ് ഇനിഷ്യേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് പ്രൊമോട്ടർ ക്ലിയറൻസ് ആൻഡ് ഇലോങ്ങേഷൻ. വൺസ് ഒരു RNA 10 ന്യൂക്ലിയോടൈഡ്സ് വരെ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എ സ്റ്റേബിൾ ടെർണറി കോംപ്ലക്സ്, അതായത് ഒരു 10 ന്യൂക്ലിയോടൈഡ്സ് വരെ എത്തുമ്പോൾ അവിടെ ഒരു DNA ഉണ്ടായി, RNA ഉണ്ടായി, പിന്നെ ആ ഒരു എൻസൈം അടങ്ങുന്ന ഒരു ടെർണറി കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. RNA polymerase clear the promoter and continues elongation advancing downstream along the DNA. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മളുടെ ഒരു 10 ന്യൂക്ലിയോടൈഡ് വരെ എത്തിക്കഴിയുമ്പോൾ പിന്നെ എന്താ സംഭവിക്കുക? RNA polymerase അവിടെ നിന്ന് പ്രൊമോട്ടറിൽ നിന്ന് പോവുകയും ചെയ്യും. ആൻഡ് അൺലൈക്ക് DNA synthesis, RNA synthesis can start de novo, meaning it does not require a primer. അതായത് ഇവിടെ പ്രൈമറിന്റെ ആവശ്യമൊന്നുമില്ല. ഈ പറയുന്ന ന്യൂക്ലിയോടൈഡുകൾ ഒരു 10 ന്യൂക്ലിയോടൈഡ്സ് വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ RNA പോളിമറൈസ് പ്രൊമോട്ടറിൽ നിന്ന് റിലീസ് ചെയ്യും. നമുക്ക് RNA മാത്രമായിട്ട് എവിടെ നിന്ന് കിട്ടും? ഈ RNA എക്സിസ്റ്റിംഗ് ചാനലിൽ നിന്ന് കിട്ടിക്കോളും. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ട്രാൻസ്ക്രിപ്ഷൻ ഇലോങ്ങേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ ഇലോങ്ങേഷൻ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ പറയുന്ന RNA പോളിമറൈസ് വരുമ്പോൾ DNA അൺവൈൻഡ് ചെയ്യുന്നു, ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എക്സ്പോസ് ചെയ്യുന്നു, പിന്നെ ഈ പറയുന്ന 3' എൻഡിലേക്ക് ഇങ്ങനെ ഓരോ RNA ചെയിനുകൾ ഇങ്ങനെ ഗ്രോ ചെയ്ത് വരുന്നു. ഒരു RNA DNA ഹൈബ്രിഡ് ഫോം ചെയ്യുന്നു. പുതിയതായിട്ട് ഉണ്ടാവുന്ന RNA എന്ന് പറയുന്നത് 5' 3' ഡയറക്ഷനിലേക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് DNA സൂപ്പർ കോയിലും ഡ്യൂറിങ് ഇലോങ്ങേഷൻ. അതായത് നമ്മൾ ഈ DNA ഇങ്ങനെ ഇപ്പൊ മുടിയൊക്കെ നമ്മളിങ്ങനെ പിന്നിട്ട് വെക്കുമ്പോൾ പിന്നിങ്ങനെ അടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതിങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞ് അവിടെ ഇങ്ങനെ ഒരു ജട പോലെ ഫോം ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ DNAക്ക് വരുന്നതിനാണ് DNA സൂപ്പർ കോയിലിംഗ് എന്ന് പറയുന്നത്. അവിടെ ഒരു നെഗറ്റീവ് സൂപ്പർ കോയിൽ അല്ലെങ്കിൽ പോസിറ്റീവ് സൂപ്പർ കോയിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് സൂപ്പർ കോയിൽ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്ന ആളാണ് ഗൈറേസ് എന്ന് പറയുന്ന ഒരു എൻസൈം. നെഗറ്റീവ് സൂപ്പർ കോയിലിനെ റിമൂവ് ചെയ്യാനായിട്ടാണ് ടോപ്പോഐസോമറൈസ് 1. അത് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഈ പറയുന്ന DNA അഴിയണ സമയത്ത് അവർക്ക് എന്തെങ്കിലും കെട്ടുപടയൊക്കെ ചെയ്യണമെങ്കിൽ അവിടെ അതിനാണ് പോസ്റ്റ് സൂപ്പർ കോയിൽസ് എന്ന് പറയുന്നത്. അവിടെ പോസിറ്റീവ് സൂപ്പർ കോയിൽ ഉണ്ടാവും, നെഗറ്റീവ് സൂപ്പർ കോയിൽ ഉണ്ടാവും. പോസിറ്റീവ് സൂപ്പർ കോയിൽ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ഗൈറേസ്. നെഗറ്റീവ് സൂപ്പർ കോയിൽ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ടോപ്പോഐസോമറൈസ് 1. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ജസ്റ്റ് നമ്മൾ പറഞ്ഞു, അതായത് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിംഗ് സൈറ്റാണ് +1 സൈറ്റ് എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുന്നുള്ള റീജിയനെ ആണ് എന്തെന്ന് പറയുന്നത്? പ്രൊമോട്ടർ എന്ന് പറയുന്നത്. പ്രൊമോട്ടറിൽ 2 റീജിയൻ ഉണ്ട്, -10 റീജിയനും -35 റീജിയൻ. -10 റീജിയൻ എന്ന് പറയുന്നത് ടാറ്റ അറ്റാണ്, -35 റീജിയൻ എന്ന് പറയുന്നത് TT ഗാക്കയാണ്. ഈ പ്രൊമോട്ടറിലേക്കാണ് ആര് വന്ന് ബൈൻഡ് ചെയ്യുന്നത്? RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അതിന് ബൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, പ്രൊമോട്ടറിനെ റെക്കഗ്നൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടറാണ് സിഗ്മ ഫാക്ടർ എന്ന് പറയുന്നത്. ഇതിന്റെ ഇനിഷ്യേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ എന്താണ്? ആദ്യം തന്നെ DNA ഇങ്ങനെ ക്ലോസ്ഡ്, അതായത് ഡബിൾ സ്റ്റാൻഡേർഡ് രീതിയിൽ ഇരിക്കുന്നതിനെയാണ് ക്ലോസ്ഡ് കോംപ്ലക്സ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇതിന്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഒരു 12-14 ബേസ് പെയർ അൺവൈൻഡ് ചെയ്യും. അതിനെയാണ് ഓപ്പൺ കോംപ്ലക്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ DNA പുറത്തേക്ക് പോകുന്ന ചാനലാണ് DNA എക്സിസ്റ്റിംഗ് ചാനൽ എന്ന് പറയുന്നത്. ഈ റൈബോ ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സെക്കൻഡറി ചാനൽ വഴിയാണ്. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ RNA പോളിമറൈസ് ആണ് അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഉണ്ടാക്കി ഇങ്ങനെ കൂട്ടി ഇങ്ങനെ RNA ഉണ്ടാക്കും. ആ ഒരു RNA ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പുറത്തേക്ക് എക്സിസ്റ്റ് ആവുന്നത് ഈ ഒരു വഴിയാണ്. അതിനെയാണ് RNA എക്സിസ്റ്റിംഗ് ചാനൽ എന്ന് പറയുന്നത്.
പിന്നെ ഈ ഒരു RNA ഒരു ഏകദേശം ഒരു 8 തുടങ്ങി 9 ന്യൂക്ലിയോടൈഡ്സ് വരെ ജോയിൻ ചെയ്യുമ്പോഴാണ് RNA ഉണ്ടാവുന്നത്. ചില സമയത്ത് ആദ്യത്തെ 3 ഉണ്ടാകുമ്പോൾ വേണമെങ്കിൽ ആ ഒരു RNA പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിനെയാണ് അബോർട്ടീവ് ഇനിഷ്യേഷൻ എന്ന് പറയുന്നത്. പിന്നെ DNA അൺവൈൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സൂപ്പർ കോയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പോസിറ്റീവ് സൂപ്പർ കോയിൽ ഉണ്ടായാൽ അതിനെ റിമൂവ് ചെയ്യാൻ ഗൈറേസ് ഉണ്ട്. നെഗറ്റീവ് സൂപ്പർ കോയിലിനെ റിമൂവ് ചെയ്യാൻ ടോപ്പോമറൈസ് 1 ഉണ്ട്. ഇനി ഇൻഹിബിഷൻ ബൈ കോർഡിസിപ്പിൻ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ട്രാൻസ്ക്രിപ്ഷൻ ഇലോങ്ങേഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഒരു മോളിക്യൂളാണ് ഈ പറയുന്ന കോർഡിസിപ്പിൻ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് ടെർമിനേഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, നമുക്കിപ്പോൾ ഒരു RNA ഉണ്ടായി, ആ RNA അവിടെ നിന്ന്, അതായത് ആ DNA നിന്ന് ഡിറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 രീതിയിലാണ് ടെർമിനേഷൻ നടക്കുന്നത്. ഒന്ന് റോ ഇൻഡിപെൻഡന്റ് ടെർമിനേഷനും പിന്നെ റോ ഡിപെൻഡന്റ് ടെർമിനേഷൻ. റോ ഇൻഡിപെൻഡന്റ് ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നോക്കിയേ, ഇത് നമ്മളുടെ ഡബിൾ സ്റ്റാൻഡേർഡ് DNA, ഇവിടെ RNA ഉണ്ടായി. ഈ RNAയിൽ ചില സീക്വൻസുകൾ ഉണ്ട്, ഇങ്ങനെ കുറച്ച് GC റിച്ച് ആയിട്ടുള്ള സീക്വൻസുകൾ. ഈ GC റിച്ച് സീക്വൻസുകൾ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്ററി ആവും. അതായത് ഇവിടുത്തെ G അപ്പുറത്തെ C ആയിട്ട്, ഇവിടുത്തെ C ഇവിടുത്തെ G ആയിട്ട്, അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്ററി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ RNA ചെയിൻ ഇങ്ങനെ ഒരു ഇൻവേർട്ടഡ് രൂപത്തിൽ വരും. അതായത് ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ ഫോം ചെയ്യും. ഓക്കെ, തന്നെ ഈ ഒരു ലൂപ്പ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ കുറെ യു എന്ന് പറയുന്ന കുറച്ച് റീജിയൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഹെയർ പിൻ ലൂപ്പും ഈ യൂറിച്ച് റീജിയൻ ഒക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും, RNA പോളിമറൈസ് അവിടെ വെച്ച് നിൽക്കും, സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ RNA റിലീസ് ചെയ്യും. അതാണ് റോ ഇൻഡിപെൻഡന്റ് ടെർമിനേഷൻ. അതായത് ഇവിടെ ഈ ഒരു ടെർമിനേറ്റ് ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ പ്രോട്ടീൻ്റെ ആവശ്യമില്ല. ഇപ്പം നമുക്കറിയാം ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫാക്ടറാണ് സിഗ്മ ഫാക്ടർ, ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് റോ ഫാക്ടർ എന്നൊക്കെ പറയുന്നത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ റോ ഇൻഡിപെൻഡന്റ് ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ റോ എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ റോ ഡിപെൻഡന്റ് ടെർമിനേഷൻ ആണെങ്കിലോ അവിടെ റോ ഫാക്ടറിൻ്റെ ആവശ്യമാണ്. അതായത് ട്രാൻസ്ക്രിപ്ഷൻ, അതായത് RNA സിന്തസിസ് സ്റ്റോപ്പ് ചെയ്ത് DNA നിന്ന് RNA മാത്രമായിട്ട് ഡിറ്റാച്ച് ചെയ്യണമെങ്കിൽ അവിടെ റോ പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്. ഒരു റോ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ഹെക്സാമർ ആണ്. കണ്ടു, ഇതുപോലെയാണ് ഇതിന്റെ ഷേപ്പ് ഇരിക്കുന്നത്. ഈ ഒരു റോ ഫാക്ടർ കാണുന്നത് നമ്മളുടെ RNA എക്സിസ്റ്റിംഗ് ചാനലില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചാനലിന്റെ കേസ് പറഞ്ഞില്ലേ, അതായത് DNA നിന്ന് RNA ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു RNA എക്സിസ്റ്റിംഗ് ചാനൽ വഴി പുറത്തേക്ക് വരുന്നു. അതിന്റെ പുറത്തായിട്ട്, അതായത് ഈ ഭാഗത്താണ് ഈ പറയുന്ന നമ്മളുടെ റോ ഫാക്ടർ ഇരിക്കുന്നത്. ഓക്കെ, ഈ റോ ഫാക്ടർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അതായത് RNA ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ സ്കാൻ ചെയ്ത് പോകുന്നത്. എന്നിട്ട് ഇങ്ങനെ RNA സീക്വൻസ് ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സീക്വൻസ് വരുമ്പോൾ അവിടെ പോയി ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ട സീക്വൻസിനെയാണ് റൂട്ട് സീക്വൻസ് എന്ന് പറയുന്നത്. റൂട്ട് സീക്വൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ സി എന്ന് പറയുന്ന കുറച്ച് സീക്വൻസുകളാണ്. ആ സീക്വൻസ് വരണ വരെ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റൂട്ട് സീക്വൻസിനെ കാണുമ്പോൾ എന്ത് ചെയ്യും, ഇവർ ഒറ്റ ബൈൻഡ് ചെയ്യലാണ്. റൂട്ട് സീക്വൻസിന്റെ മേളിലേക്ക് ഒറ്റ ബൈൻഡ് ചെയ്യും. അന്നേരം എൻ്റെയർ RNA മൊത്തം ഈ ഒരു റോ ഫാക്ടറിന് ചുറ്റി ലാസ്റ്റ് ഡിറ്റാച്ച് ചെയ്യും. ഓക്കെ, അതാണ് റോ ഡിപെൻഡന്റ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ്റെ ഇൻഹിബിറ്റേഴ്സ് ആണ്, ആൻറ്റിബയോട്ടിക് ഇൻഹിബിറ്റേഴ്സ് ആണ്. റൈഫാംബിസിൻ എന്ന് പറയും, പിന്നെ ആക്ടിനോമൈസിൻ D. ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും, റൈഫാംബിസിനും ആക്ടിനോമൈസിൻ D. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രൊക്യാരിയോട്സ്. താങ്ക് യു.